ചേർന്ന് ഒരു അലുവ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഈ തേങ്ങാപ്പാൽ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. അടുക്കി പിടിക്കാതെ തന്നെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം എടുക്കുമെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അലുവ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സൂപ്പർ ടേസ്റ്റി അലുവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ബിബിസാല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമൃതം ന്യൂട്രിമിക്സ്, അമൃതം പൊടി കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന രുചിയേറുന്ന ഒരു അലുവ ഉണ്ടാക്കിയാലോ. അമൃതം പൊടി നമുക്ക് അംഗനവാടിയിൽ നിന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തരുന്ന പോഷകാഹാരങ്ങളൊക്കെ ഉള്ളൊരു സാധനമാണ്. ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ള ഒരു പൗഡറാണ് അമൃതം പൊടി. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ പലഹാരങ്ങളൊക്കെ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് എന്നും വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലതല്ലോ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു അലുവ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാൽ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അലുവ തയ്യാറാക്കുന്നതിന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു പാക്കറ്റ് അമൃതം പൊടിയാണ്. അത് 1/2 കിലോ ഉണ്ട്. നമുക്ക് ഈ ഒരു പാക്കറ്റ് കൊണ്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഒരു തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ്, അത് ഓരോരുത്തർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചേർക്കുകയാണെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മളൊരു 400 ഗ്രാം ശർക്കര ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരിച്ച് വേണം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ. നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഏലക്കായും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഈ ഉരുളിക്കകത്താണ് കുഴയ്ക്കുന്നത്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അമൃതം പൊടി കുറേശ്ശെ ഇതിനകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിനകത്ത് ഒരുപാട് തരിയൊക്കെ ഉള്ളതാണ്. ഒത്തിരി ധാന്യങ്ങൾ അടങ്ങിയ പൊടിയായത് കാരണം നമുക്കിത് ഒന്നുകൂടെ അരിച്ചെടുക്കേണ്ടതൊക്കെ ഉണ്ട്. ഗോതമ്പ്, കടലപ്പരിപ്പ്, നിലക്കടല, സോയ, പഞ്ചസാര ഇതെല്ലാം അടങ്ങിയിട്ടുള്ള സാധനമാണ്. ഒന്നും പേടിക്കാനില്ല. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നതും ഉണ്ടാക്കി ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വിധമാണ്. ഇത് കട്ട കിട്ടുന്നതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് മുഴുവനായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഉരുളിക്കകത്താണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന മുഴുവനും ഇതിന് വേസ്റ്റാണ്. ഇത് നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാണ്. നമ്മൾ തേങ്ങാപ്പാലിനകത്ത് നല്ലതായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് നല്ലതായിട്ട് ഇനി കുറുക്കിയെടുക്കണം. നമ്മളൊരു മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് നല്ലതായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നെയ്യ് ഒഴിക്കാതെ അലുവയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. നമുക്ക് കുറച്ച് നെയ്യോട് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാതെ തന്നെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം എടുക്കുമെന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. കൈയെടുക്കാതെ തന്നെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കണം. നമുക്ക് ശർക്കരപ്പാനി അരിച്ചൊഴിച്ച് കൊടുക്കാം. ശർക്കര അരിച്ചൊഴിച്ചില്ലെങ്കിൽ അതിനകത്ത് ആ തരിയൊക്കെ ഇതിനകത്താവും. പിന്നെ നമുക്കത് കടിക്കേണ്ടി വരും. അപ്പോൾ നമുക്കതെല്ലാം അരിച്ചൊഴിച്ച് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വേറെ കളറൊന്നും ചേർക്കുന്നില്ല, ആ ശർക്കരയുടെ കളറിലാണ് നമ്മൾ അലുവ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഒന്നുകൂടെ കുറുകുമ്പോൾ ഇച്ചിരൂടെയൊക്കെ കളർ മാറി വരും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അലുവ ഇങ്ങനെ കുറുകി റെഡിയായി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഇച്ചിരി സമയം എടുത്ത് ചെയ്യുന്ന പരിപാടിയാണ്. കുറച്ച് സമയമൊക്കെ എടുത്ത് സെറ്റാക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് രുചികരമായ അലുവ കഴിക്കാവുന്നതാണ്. ഏകദേശം കുറുകി റെഡി ആയിട്ടുണ്ട്. ബാക്കി നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അലുവ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി കുറച്ച് സമയം കൂടെ നമുക്കിത് സെറ്റ് ആവാനായിട്ടുണ്ട്. നമ്മൾ അമൃതം പൊടി കൊണ്ട് അടിപൊളിയായിട്ട് നമ്മൾ അലുവ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉരുളി എന്നൊക്കെ വിട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരക്കകത്ത് പൊടിച്ചതാണ്. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ വെളുത്ത എള്ള് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഈ പാത്രത്തിലേക്കാണ് അലുവ മാറ്റുന്നത്. അപ്പം നമ്മൾ നെയ്യ് മുഴുവൻ ഭാഗത്തും നല്ലതായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. എന്നാലേ ഉള്ളൂ നമുക്കത് നല്ലതായിട്ട് വിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ വെളുത്ത എള്ളും അണ്ടിപ്പരിപ്പും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ മറിച്ചിടുമ്പോഴത്തേക്കും അതെല്ലാം നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സൂപ്പർ ടേസ്റ്റി അലുവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടോ, ഇങ്ങോട്ട് മറിച്ചപ്പോൾ തന്നെ അത് ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ലായിരുന്നു. നമ്മളൊരു സ്പൂണോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ഒന്നും തട്ടുക പോലും ചെയ്തില്ല. പെട്ടെന്ന് തന്നെ ആ പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ എണ്ണയൊക്കെ സൈഡിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കിത് കണ്ടോ, നല്ല സോഫ്റ്റാണ്. നമുക്കിത് ഒന്ന് മുറിച്ച് നോക്കാം. നമ്മളൊരു ഫുഡ് കളറോ ഒന്നും തന്നെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് പൊടി കൊണ്ട്, അമൃതം പൊടി കൊണ്ടാണ് നമ്മൾ ഇത്രയും അലുവ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി അമൃതം പൊടി ആയാലും വേസ്റ്റായി കളയത്തില്ലല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റി ആയിരിക്കും. ഒന്ന് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. അമൃതം പൊടിയാണെന്ന് പറയത്തേ ഇല്ല. നല്ല സോഫ്റ്റും നല്ല വായിൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. എന്നാൽ മാത്രമേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അലുവ ഉണ്ടാക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം. എന്നാലും അമൃതം പൊടി കൊണ്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള അലുവ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ഉണ്ടാക്കി തന്നെ മനസ്സിലാക്കണം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.